സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട് നമ്മൾക്കിടയിൽ. ഒരുപക്ഷേ അവർക്ക് അതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും അങ്ങനെ നേടുന്ന വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരുണ്ടാകും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, അതുപോലെ തന്നെ ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നത് ഒന്നും തന്നെ പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല എന്നതാണ്. നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്ന മനുഷ്യരിലാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ കാണും. കുറവുകൾ നികത്താനും കൂടെ നിൽക്കാനും കുറച്ചു മനുഷ്യരേ ഉണ്ടാകൂ. എങ്ങനെയുണ്ട് എന്ന ചോദ്യങ്ങൾക്ക് നന്നായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും ആ അവസ്ഥയിൽ നമ്മളെക്കാൾ ഏറെ വേദനിക്കുന്നത് അവർക്കായിരിക്കും. ശരീരം രണ്ടായിരിക്കുന്നു എന്നതേയുള്ളൂ, മനസ്സ് ഒന്നായിരിക്കും. വേദനകളിൽ കൂട്ടിരിക്കുന്ന ഒരാൾ വേർപെടുത്താനാകാത്ത വിധം നമ്മളിൽ വേരുറപ്പിച്ചിട്ടുണ്ടാകും. ആരും തികഞ്ഞവരല്ല, ആരും പൂർണ്ണരാകാൻ അർഹരുമല്ല. ആർക്കും ഒന്നും എളുപ്പമായി നടക്കുകയുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതിനാൽ മറ്റുള്ളവരെ വിധിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് താൽക്കാലികമായി നിങ്ങളുടെ നാവുകൊണ്ടുള്ള യുദ്ധം നിർത്തുക. എല്ലാവരും അവരുടെ തനതായ രീതിയിലാണ് ജീവിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. പിന്നീടങ്ങോട്ട് അവർ പടർന്നു പന്തലിക്കും. പ്രണയത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ വേരുകളാൽ ആഴത്തിൽ നമ്മളെ ബന്ധിക്കും. ആരും അല്ലാതിരുന്ന അവർ വേഗത്തിൽ നമ്മുടെ എല്ലാമായി മാറും. സ്നേഹത്തിൻ്റെ നല്ല വാക്കുകൾ തളിച്ച് അവരില്ലാത്ത ലോകം ശൂന്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായി നമ്മെ തനിച്ചാക്കി സന്തോഷങ്ങളെയൊക്കെ കീറിമുറിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാതെ അവർ നമ്മിൽ നിന്നും മറഞ്ഞു പോകും. കാരണം പിറകെ നടന്ന സമയം കളയരുത്. മടുക്കുമ്പോൾ മടങ്ങുന്ന ചിലരുടെയൊക്കെ ക്രൂരമായ തമാശയിൽ നമ്മളും ഒരു കഥാപാത്രമായി എന്ന് തന്നെ മാത്രം മനസ്സിലാക്കുക. സ്നേഹമുള്ള ഒരു പെണ്ണിൻ്റെ മനസ്സ് എപ്പോഴും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ദേഷ്യങ്ങളും പിണക്കങ്ങളും കണ്ണീരും കൊണ്ട് നിറഞ്ഞതായിരിക്കുന്നു. അത് സ്നേഹിക്കുന്നവൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര സ്നേഹം കൊടുത്താലും തികയാത്തവർ. കാരണം അവൾ സ്വന്തം ജീവനാണ് തിരികെ സ്നേഹമായി കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരാളെ നാം എത്ര സ്നേഹിക്കുന്നുവെന്ന് അറിയണമെങ്കിൽ അയാൾ മരിച്ചെന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം. ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വിധം അയാൾ പോയെന്ന് ഉറപ്പാകുമ്പോൾ ഉള്ളിലെവിടെയോ അനുഭവപ്പെടാൻ പോകുന്ന ഒരു നിർവികാരതയില്ലേ? പറയാൻ ബാക്കിവെച്ച കാര്യങ്ങൾ, പാലിക്കാൻ കാത്തിരുന്ന വാക്കുകൾ, നാളത്തേക്ക് മാറ്റിവെച്ച കാര്യങ്ങൾ, കൊടുത്തു തീർക്കാതെ കൂട്ടിവെച്ച സ്നേഹം, അതുപോലെ തന്നെ കാണാതെ പോയ ഇഷ്ടം, പറഞ്ഞു വേദനിപ്പിച്ച കാര്യങ്ങൾ, ഒഴിവാക്കിയ നിമിഷങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഒരു സെക്കൻഡിൽ അവസാനിച്ചു എന്നറിയുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു തരം മരവിപ്പുണ്ടല്ലോ, അതിൻ്റെ തീവ്രതയിലും ഹൃദയം വിങ്ങുന്നുണ്ടാകും. ഇതാണ് മനുഷ്യൻ. ഇത്രയേയുള്ളൂ മനുഷ്യൻ്റെ ജീവിതം. മുറിവുകളും വെറുപ്പും പ്രതികാരവും ചിന്തിച്ചിരുന്നാൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ തെറ്റും
അതിൻ്റെ ഫലങ്ങളും മാത്രം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയില്ല. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന ഡോക്ടർ നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ ഒന്നോർക്കുക, അതേ വേദന മറ്റാരെങ്കിലും വഴി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും അനുഭവിക്കുമ്പോൾ മാത്രമേ ഞാൻ കാരണം അവർ അന്ന് എത്ര വേദനിച്ചിട്ടുണ്ട് എന്ന ബോധം വരികയുള്ളൂ. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത്. ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ തന്നെ സ്വയം മാറി നിൽക്കുക. സംസാരം കഴിവതും കുറയ്ക്കുകയും ചെയ്യുക. ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാകരുത് നിങ്ങൾ. ആത്മാർത്ഥത നിങ്ങൾക്ക് കൂടിപ്പോകരുത്. സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ആരെയും നിർബന്ധിക്കുകയും ചെയ്യരുത്. തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിക്ക് പോലും നുണ പറയാൻ കഴിയും. ഉറ്റ ചങ്ങാതി പോലും ചിലപ്പോൾ മാറിയേക്കാം. ഏറ്റവും നല്ല മനുഷ്യനെന്ന് കരുതുന്ന ആൾക്ക് പോലും വഞ്ചിക്കാൻ കഴിയും. ഏറ്റവും ശക്തമായ സൗഹൃദങ്ങൾ പോലും തകർന്നു പോയേക്കാം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി പോലും ഇല്ലാതെ ആയേക്കാം. ചിന്തിക്കാൻ നമുക്ക് വിഷമമുണ്ട്, അംഗീകരിക്കാൻ നമുക്ക് പ്രയാസവുമുണ്ട്. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയും പറക്കാൻ ഒക്കില്ലല്ലോ എന്നോർത്ത് തല തല്ലി ചത്തിട്ടില്ല. ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും ആത്മഹത്യ ചെയ്തിട്ടില്ല. പരിക്കുപറ്റിയ ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതിരുന്നിട്ടില്ല. പിന്നെന്തിന് മനുഷ്യരായ നാം മാത്രം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടണം? വീണുപോയി എന്ന് തോന്നുമ്പോഴൊക്കെ വീര്യത്തോടെ തന്നെ നടക്കണം. വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്ന് തുടങ്ങിയതെന്ന് ഓർത്ത് വിജയത്തിലേക്ക് തന്നെ നടക്കണം. ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ നിങ്ങളുടെ കയ്യിന്ന് പോയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇടം വലം നോക്കാതെ തർക്കിച്ചു അങ്ങ് നിൽക്കുക. തോറ്റുപോയാലും സ്വന്തം ശരിക്കു വേണ്ടി മിണ്ടി എന്നുള്ള സന്തോഷമെങ്കിലും ഉണ്ടാകും. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാലം അതിൻ്റെ കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താണ് പറഞ്ഞത് അതിന് നിങ്ങൾ ഉത്തരവാദിയാണ്. പക്ഷേ അവർ എന്താണ് മനസ്സിലാക്കിയത് എന്നതിന് നിങ്ങൾ ഉത്തരവാദിയല്ല. നിനക്കെന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നു, അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോൾ തോറ്റുപോയി എന്ന് വരും. പക്ഷേ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റുന്ന പരിചയമോ അല്ല, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം ജീവിക്കുന്നതാണ്. അടുത്തറിയുമ്പോൾ പല ബന്ധങ്ങളിലും ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന സംശയം തോന്നാം. അതൊരു സംശയമല്ല. ആദ്യവും അവൻ അങ്ങനെയായിരുന്നു. ആവശ്യങ്ങൾക്കായി അഭിനയിച്ച് ഭംഗി വരുത്തിയ ബന്ധങ്ങൾ പിന്നീട് നേടാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ സത്യാവസ്ഥ മറനീക്കി പുറത്തു വരുന്നതാണ്. അഭിനയിച്ചെടുത്ത ബന്ധങ്ങളെല്ലാം ആദ്യവും അവസാനവും ഒരേപോലെയാകില്ല. ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾ അന്നും ഇന്നും ഒരേപോലെ ആയിരിക്കും.
അഭിനയം കൊണ്ട് വഞ്ചന വിതയ്ക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വീണു പോകാതിരിക്കുക. അവർക്കൊക്കെ നമ്മൾ അടുത്ത കഥ തുടങ്ങുന്നത് വരെയുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.